ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിരൺസ് ഇൻസൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് ബ്ലൂം വിത്ത് ഡിഗ്നിറ്റിയുടെ സീസൺ 1 എപ്പിസോഡ് 9 സോ ഈ ഒരു ലോങ് ജേർണിയിൽ എൻ്റെ ചാനലിൽ ഇപ്പോൾ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദാറ്റ്. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാത്തിനും നന്ദി. ഇനി നമ്മളുടെ നെക്സ്റ്റ് ജേർണി എന്ന് പറയുന്നത് 1Kയിലേക്കാണ്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് 1K ആക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിരിക്കുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്. കാണുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റേണ്ട അനിവാര്യമുണ്ടെങ്കിലോ എല്ലാ ഒപ്പീനിയൻസും എന്നോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും മൂവിയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിലോ ആനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിലോ ജസ്റ്റ് എന്നോട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആനിമ തുടങ്ങിയപ്പോൾ തന്നെ ഒരു റെയിനി സീസണാണ് കാണിക്കുന്നത്. ആ ടൈമിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസാമി ആണെങ്കിൽ ക്ലാസ്സിലേക്ക് ഓടി വന്നിട്ട് അവന്റെ ഷൂസും സോക്സൊക്കെ എടുത്ത് നോക്കണം. അത്രയും നനഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ എറിറ്റൊക്കെ ആണെങ്കിൽ ആ ഒരു റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. കാരണം കിഡ്സ് ആണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും. യൂണിഫോമും ഷൂസും നനയുകയും സ്മെല്ല് വരികയും അതൊക്കെ അറിയാമല്ലോ നമുക്ക്. ആസ് യൂഷ്വൽ അതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഈ റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോഴാണ് നമ്മളുടെ റിൻഡോർ അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. റിൻഡോർ അങ്ങോട്ടേക്ക് വന്നിട്ട് പെട്ടെന്ന് ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടോണിലൊക്കെ സംസാരിച്ചിട്ട് പോവുകയാണ്. ആസ് യൂഷ്വൽ നമ്മൾ റിൻഡോർ എങ്ങനെയാണ് ഒരു സീരിയസ് ആയിട്ടുള്ള ടോണിൽ സംസാരിക്കുന്ന ഒരു പയ്യനാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിന് അങ്ങനെ തോന്നി. എന്നിട്ട് ഫ്രണ്ട്സ് പറയുകയാണ് അവൻ നമ്മളടുത്ത് എന്തോ മറയ്ക്കുന്നത് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഫ്രണ്ട്സ് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, മറയ്ക്കുന്നുണ്ടായിരിക്കാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവൻ എന്തായാലും നമ്മളോട് തുറന്ന് പറയും. കാരണം അവൻ നമ്മളുടെ ഫ്രണ്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് നമ്മൾ റിൻഡാരയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ കാണിക്കുന്നത്. റിൻഡാരാണെങ്കിൽ ഇപ്പോഴും അക്യൂറത്തിൽ പോയ കാര്യങ്ങളും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. യെസ്, റിൻഡാരയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ ഉള്ളിൽ റിയൽ ആയിട്ട് അവളോട് ഫീലിങ്സ് ഉണ്ടെന്നുള്ള കാര്യം. ആൻഡ് അത് മാത്രമല്ല, അവിടെ കഴിഞ്ഞ ദിവസം അക്യൂറത്തിൽ വെച്ച് ആ കുട്ടി പറഞ്ഞില്ലേ, ആ കുട്ടി പറഞ്ഞപ്പോഴും കൂടെയാണ് നമ്മുടെ റിൻഡാരയ്ക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടിയത്. അവളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ ഇരുന്ന്, എനിക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വണ്ടടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് അവനെ ഡിസ്റ്റർബ് ചെയ്തിട്ടൊരു കാര്യം പറയുന്നത്, എടാ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്നത്. റിൻഡാരോട് ചോദിച്ചിട്ട് റിൻഡാരോ ഒരു മറുപടിയും കൊടുക്കുന്നില്ല. റിൻഡാരോ അപ്പോൾ തന്നെ അവൻ്റെ പാസ്റ്റിൽ നടന്ന സംഭവം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫാമിലിയിൽ ഈ ഒരു ബേക്കറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു കേക്ക് ഷോപ്പ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അവരെ കളിയാക്കുകയും അവനെ കൊണ്ട് ഇത് പറ്റില്ലെന്നൊക്കെ പറയുകയാണ് ചെയ്തത്. സോ അത് അവൻ്റെ മനസ്സിൽ വീണ്ടും വരികയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് കണ്ട് നമ്മൾ ഉസാമി പറയുന്നുണ്ട്, എടാ വേണ്ട, നമുക്ക് എൻ്റെ വീട്ടിൽ തന്നെ പോകാം, ഞാൻ സോറി ചോദിച്ചില്ല, സോറി എന്ന് പറഞ്ഞ് അവൻ്റെ മുഖം കണ്ടപ്പോൾ ഫീൽ ആയതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ വിഷയം മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണ്. അപ്പോൾ റിൻഡാര പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാം, അല്ലെങ്കിൽ എൻ്റെ കേക്ക് ഷോപ്പിലേക്ക് തന്നെ നമുക്ക് പോവാം എന്ന് റിൻഡാർ സമ്മതിക്കുകയാണ്. സോ ഇത് കേട്ട ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കുകയാണ്. അടുത്ത ദിവസം റിൻഡാരയുടെ കേക്ക് ഷോപ്പിലേക്ക് ഫ്രണ്ട്സ് എല്ലാം പോവുകയാണ്. കേക്ക് ഷോപ്പിലേക്ക് പോയപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഇത്രയും നല്ല കേക്ക് ഷോപ്പ് ആയിരുന്നു, ഇതിൻ്റെ അകത്താണോ നിന്റെ വീട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇത് കണ്ടപ്പോൾ നമ്മൾ റിൻഡാര വിചാരിക്കുകയാണ്, പാസ്റ്റിൽ ആ ഒരു ഫ്രണ്ട്സ്, അവന് വേറൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. സോ ആ ടൈമിലൊക്കെ അവരൊക്കെ കളിയാക്കി ഇവനെ, ഇങ്ങനെയാണോ കേക്ക്, എന്തോ ആയത്, ഇതാണോ, നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി. പക്ഷേ അതിനുശേഷം ഇവരാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് എല്ലാവർക്കും കേക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, അവർക്ക് ആ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു, അവൻ്റെ അമ്മയായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. അവൻ ഈ ഫ്രണ്ട്സിനെ മറ്റേ കുട്ടികളെയും തമ്മിൽ കമ്പയർ ചെയ്ത് തന്നെ നമ്മൾ റിൻഡാരയ്ക്ക് ചെറിയ വിഷമം തോന്നുകയാണ്. കാരണം ഇവർ വേറെയാണ്, അവർ വേറെയാണ്. സോ അങ്ങനെ അവൻ്റെ അമ്മയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ അമ്മ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സിനോട് പറയുകയാണ്, എൻ്റെ മോൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് അവൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ അമ്മയാണെങ്കിൽ ഈ ഫ്രണ്ട്സിനോട് നിങ്ങൾ വീട്ടിൽ പോയിരിക്കും, നിങ്ങൾക്ക് ലഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. ഫ്രണ്ട്സ് ആണെങ്കിൽ ഉസാമിയും എറീറ്റോയും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫ്രണ്ടാരുടെ വീട്ടിലേക്ക് പോയിട്ട് അവൻ്റെ റൂം എല്ലാം ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വേറൊരാൾ വരുന്നത്. അത് വേറെ ആരുമില്ല, വാഗൂരി തന്നെയായിരുന്നു. വാഗൂരിയും സുബാരുവും ഉണ്ട്. അപ്പോൾ നമ്മുടെ വാഗൂരി കേക്ക് വാങ്ങാൻ വന്നപ്പോൾ അവൻ്റെ അമ്മയാണ് പറഞ്ഞത്, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്, വീട്ടിലുണ്ട്, നീയും കൂടെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് നമ്മുടെ വാഗൂരിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. സോ വാഗൂരി ആദ്യം നമ്മുടെ റിൻഡാരെ കണ്ടപ്പോൾ റിൻഡാരയ്ക്ക് ഇത്തരത്തിലുള്ള മൊമെന്റ്സ് ഒക്കെ ആലോചന വരികയാണ്. അപ്പോൾ റിൻഡാര ഷൈ ആവുകയാണ്. ഇത് അവൻ്റെ അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ്റെ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി അവൻ്റെ അമ്മ നേരെ, ഞാൻ ലഞ്ച് ഉണ്ടാക്കട്ടെ, നിങ്ങൾ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ റിൻഡാരയുടെ ഫ്രണ്ട്സും എല്ലാം എടുത്തു കൊടുക്കാനൊക്കെ സഹായിച്ച് ഹെൽപ്പ് ചെയ്യുകയാണ്. ആൻഡ് ലഞ്ചൊക്കെ ഉണ്ടാക്കി അവർ കഴിക്കാതിരുന്നപ്പോൾ അവൻ്റെ അമ്മ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നി. കാരണം ലഞ്ചെല്ലാം അടിപൊളിയായിരുന്നാണ് അവന്മാർ പറഞ്ഞത്. ഫ്രണ്ട്സും എല്ലാവരും പറയുന്നത് ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് കേക്ക് ഓർഡറിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും അവിടെ നിന്നൊരു കോൾ വരുന്നത്, ആ കടയിൽ നിന്ന് കേക്ക് ഷോപ്പിൽ നിന്ന് കോൾ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഉസാമിയാണെങ്കിൽ കാര്യം ചോദിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, റിൻഡാരോ, നീ എന്തിനാ ഈ മുടി കളർ ചെയ്ത് കാതും കുത്തിയത്, ഇതെന്താണ് ചെയ്തത്,
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റിൻഡാരോ പറയുകയാണ്, ഇതിൻ്റെ ആൻസർ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കുമായിരിക്കാം, എന്നാലും ഞാൻ പറയുകയാണ് അത് വേറെ ഒന്നുമല്ല, എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കുട്ടിക്കാലത്ത് ഇത് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ലുക്ക് വരുമെന്ന് വിചാരിച്ച് ഇത് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളുടെ വാഗുരി പറയുന്നുണ്ട്, ഓ ഇത് വലിയ കാര്യമൊന്നുമല്ലല്ലോ, ഇത് എല്ലാവരും ചെയ്യുന്നതല്ലേ, അത് കുഴപ്പമില്ല, ഇതിനെന്താ മറയ്ക്കാനിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ റിൻഡാരോ പറയുന്നത്, ഞാൻ ഇതുകൊണ്ട് മാത്രമല്ല ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങുകയാണ്. ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിൽ പറയുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റിൻഡാരോയ്ക്ക് പണ്ട് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ലായിരുന്നു, കുട്ടിക്കാലത്താണ്. അപ്പോൾ റിൻഡാരോ ആണെങ്കിൽ റിൻഡാരോയുടെ അമ്മയുടെ കൂടെ ഒരു കേക്ക് ഷോപ്പിൽ പോയി. കേക്ക് ഷോപ്പിൽ പോയിട്ട് കേക്ക് ഷോപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട്, അവൻ സാധാരണ ഒരു കേക്ക് ഷോപ്പാണെന്ന് പറയുന്നത് കേക്ക് വാങ്ങിച്ച് കഴിച്ചപ്പോഴാണ് റിൻഡാരോയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് റിൻഡാരോ ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് അല്ലെങ്കിൽ ആരാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആ ഒരു കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഓണർ അദ്ദേഹത്തിന്റെ മുടിയിൽ ഇങ്ങനെ ഡൈ ഒക്കെ ചെയ്തിട്ട് കമ്മല കുത്തിയിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. സോ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട റിൻഡാരോ അവൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മ എനിക്ക് ഇങ്ങനെ മുടിയൊക്കെ ഡൈ അടിച്ച് കാത് കുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ വേറൊരു റിപ്ലൈയും ദേഷ്യപ്പെടാതെയും വഴക്ക് പറയുന്നതും നീ ചെയ്തോളാം കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അതിന് സമ്മതിച്ചു. അതിനുശേഷമാണ് മുടി ഡൈ ഒക്കെ ചെയ്തതും കമ്മൽ കുത്തിയതെന്നൊക്കെ പറയുകയാണ്. ആൻഡ് ഇതിനുശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരുമെന്ന് വിചാരിച്ചപ്പോൾ എന്നിൽ നിന്നും എല്ലാവരും പിരിഞ്ഞു പോയതേ ഉള്ളൂ, എനിക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സും കൂടെ എന്നെ ഇന്ന് വിട്ടുപോയിട്ടേ ഉള്ളൂ, എനിക്ക് പുതിയതായിട്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടില്ലെന്ന് ഫ്ലാഷ് ബാക്ക് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉസാമി പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല, ഒരുപക്ഷെ ഞാനാണ് നിന്നെ ആ ടൈമിൽ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമായിരുന്നു, എല്ലാത്തിനും ഓരോ ടൈമാണ്, ഇപ്പം നമ്മളാണ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുകയാണ്. അതേപോലെ തന്നെ സുബാരുവും വാഗുരിയും പറയുകയാണ്. സോ ഇതെല്ലാം റിൻഡാരോയുടെ അമ്മയും ഒളിച്ചിരുന്ന് കേൾക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നമ്മൾ റിൻഡാരോയുടെ അമ്മ കേൾക്കുമ്പോൾ അമ്മയുടെ പെർസ്പെക്റ്റീവ് എന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. റിൻഡാരോ അങ്ങനെ കളർ അടിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമല്ലെങ്കിലും ഒക്കെ പറഞ്ഞു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഒന്നും തുറന്ന് ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം തുറന്ന് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓക്കെ പറയുകയാണ്. ആൻഡ് അവന് വേണ്ടി അവൻ്റെ അമ്മയും ഇതേപോലെ ഡൈ ചെയ്ത് കമ്മലെ കുത്തുകയാണ്. സോ അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് നമുക്ക് അവിടെ വെച്ച് കാണിക്കുകയാണ്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ റിൻഡാരുടെ അമ്മ ഒന്നും അറിയാത്തതുപോലെ യെസ് ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ കേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് വേറൊരു സാധനം തരാമെന്ന് പറഞ്ഞ് പിള്ളേർക്കെല്ലാം കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് പോയപ്പോൾ റിൻഡാരോ ആണെങ്കിൽ അവൻ്റെ അമ്മയോട് താങ്ക്സ് എന്നങ്ങ് പറയുകയാണ്. സോ അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി അവൻ്റെ അമ്മ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവന് വേണ്ടി എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി അതിനുള്ളൊരു താങ്ക്സ് ആണ് തന്നതെന്ന് അവൻ്റെ അമ്മയെ കാര്യമായിട്ട് മനസ്സിലായി. അല്ല അത് മാത്രമല്ല, ഇപ്പോൾ അവർ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഗെയിം കളിച്ചപ്പോൾ റിൻഡാരോ എപ്പോഴും സെക്കൻഡാണ് വന്നത്, ഫസ്റ്റ് വരുന്നത് ഉസാമിയാണ്. കാരണം ഉസാമി എപ്പോഴും ഗെയിം അഡിക്റ്റ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പം നമ്മളുടെ വാഗൂരി ആണെങ്കിൽ റിൻഡാരോയ്ക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്, നീ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിൻഡാരോ പറയുന്നുണ്ട്, ഞാൻ അത്ര നല്ല പ്ലെയർ ഒന്നുമല്ല, പക്ഷേ എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ കളിക്കുമെന്ന് പറയുകയാണ്. ആൻഡ് ഉസാമി ആണെങ്കിൽ ഒരു കാര്യം പറയുകയാണ്, സമ്മർ വെക്കേഷൻ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ, നമുക്ക് ഒരുമിച്ച് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ റിൻഡാരോ പറയുന്നുണ്ട്, ആ പോവാം കുഴപ്പമില്ലെന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മളുടെ വാഗൂരി പറയുന്നത്, സമ്മറിന് എത്തും മുന്നേ ഒരു എക്സാം ഉണ്ടല്ലോ, എക്സാമിന് പഠിക്കണ്ടേ? ഇത് കേട്ടതും എല്ലാം ഞെട്ടിപ്പോയോ, എക്സാം പഠിക്കണമല്ലോ, പ്രത്യേകിച്ച് സാക്കു, കാരണം സാക്കുവാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്, ഇനി വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്ന് പറഞ്ഞ് സാക്കു വിഷമിച്ചിരുന്നപ്പോൾ നമ്മളുടെ വാഗൂരി ഒരു കാര്യം പറയുന്നത്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്താം, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും എന്നൊരു കാര്യം പറയുന്നു. സോ ഇവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു എപ്പിസോഡാണ്. അത് മാത്രമാണ് ഈ ലവ് എന്നൊരു ജേണിയിലേക്ക് പോയിട്ടില്ല, ജസ്റ്റ് ഒരു ബിഗിനിങ് ഇട്ടതേ ഉള്ളൂ. പക്ഷേ ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് പറഞ്ഞു വരുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. സോ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.